റൈറ്റ് ടൈം ടു ബി എ പാരന്റ്. പാരന്റിങ്ങിന്റെ കറക്റ്റ് സമയം എപ്പോഴാണ്? ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ്ലി കേട്ടോണ്ടിരിക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റൻ ആയത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഈ ക്വസ്റ്റന്. കാരണം പാരന്റിങ്ങിനെ കുറിച്ച് ആളുകളൊന്ന് ഡീപ്പായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പാരന്റിങ്ങിന് ഞാൻ എപ്പോഴാണ് റെഡി? ഫിസിയോളജിക്കലി സൈക്കോളജിക്കലി ഒക്കെ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. വെൻ യു ആർ ഇമോഷണലി, മെന്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി സ്റ്റേബിൾ എന്ന് പറയുന്നത്. പക്ഷേ ദ മൊമെന്റ് യു ആർ തിങ്കിങ് വെരി സീരിയസ് അബൌട്ട് പാരന്റിങ്, ദാറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ യുവർ റെഡിനെസ്. നിങ്ങൾ രണ്ട് പാർട്ട്നേഴ്സ് ഒരുമിച്ചിരുന്ന് നമുക്കൊരു കുഞ്ഞിനെ വേണോ, എന്തിനാണ് നമുക്ക് ഇനി ഒരു കുഞ്ഞ്? ഡിഫൈൻ. നിങ്ങളുടെ തന്നെ ഒരു സ്നേഹത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ഈ ഭൂമിയിലേക്ക് വരാണ്. നിങ്ങളത് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കൊരു പാരന്റ് ആവണമെങ്കിൽ, ദെൻ യു ഹാവ് ടു ഡിഫൈൻ പാരന്റിങ്. പാരന്റിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ വൺസ് യു സ്റ്റാർട്ട്, പിന്നെ കണ്ടിന്യൂസ് ആണ് നിങ്ങളുടെ പാരന്റിങ് ജേർണി എന്ന് പറയുന്നത്. ദർ ഇസ് നോ ലീവ്, ഹാഫ് ഡേ പോലും കിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹ്യൂമൻ ബീയിങ് വളരുന്നതനുസരിച്ച് ഇവോൾവ് ചെയ്ത് അയാളുടെ കംപ്ലീറ്റ് ജേർണിയിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധിക്കുമോ എന്നാണ് ആദ്യം ചോദിക്കേണ്ടത്. മീനിങ് യു ആർ ഗോയിങ് ടു കം ഔട്ട് ഓഫ് ഓൾ യുവർ കംഫർട്ട് സോൺസ്. കണ്ടിന്യൂസ്ലി ഉറങ്ങിയിരുന്ന ആളുകൾ, പാർട്ടി അടിച്ചിരുന്ന ആൾക്കാർ, ദ വേ യു വർ ഡ്രിങ്കിങ് ആൻഡ് ഈറ്റിംഗ് എല്ലാം മാറാൻ പോവാണ്. സോ ആസ്ക് എവറിഥിങ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഡിഫൈൻ പാരന്റിങ്. വാട്ട് ഇസ് പാരന്റിങ് ഫോർ യു? ചിലർക്ക് അത് ചൈൽഡ് കെയർ ആയിരിക്കും, ചിലർക്ക് നമുക്ക് കിട്ടാത്ത സൗകര്യങ്ങളെല്ലാം കിട്ടിയ ഒരു കാര്യമാവാം. മേ ബി സംബഡി ഹൂ ഇസ് ഇമോഷണലി ട്രോമറ്റൈസ്ഡ്, അങ്ങനെയൊന്നും അല്ലാത്ത ഒരു നല്ല ബാല്യകാലം സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാകാം. പക്ഷേ റിസർച്ച് പറയുന്നത് പാരന്റിങ് എന്ന് പറയുന്നത് നമ്മൾ സ്വയം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണെന്ന. മെൻ ആൻഡ് വിമൺ പാരന്റിങ് എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു എന്നുള്ളതിന് സ്റ്റഡീസ് നടക്കുന്നുണ്ട്. മെൻ ആക്ച്വലി കുറച്ചുകൂടി ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ എന്ന് ചിന്തിക്കുമ്പോൾ വിമനെ സംബന്ധിച്ചിടത്തോളം ഷീ ഈസ് ഫൈൻഡിങ് ഹെർസെൽഫ് ഓർ ഷീ ഈസ് ഫൈൻഡിങ് എ കംപ്ലീഷൻ ഇൻ ദ പാരന്റ്ഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ യു ഹാവ് ടു സ്റ്റാർട്ട് ഡിഫൈനിങ് വാട്ട് ഇസ് പാരന്റിങ് ഫോർ യു. എന്നിട്ട് ഓരോരുത്തരും ഡിഫൈൻ ചെയ്ത പാരന്റിങ്ങിന് ഞാൻ റെഡി ആവുന്നത് എങ്ങനെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇഫ് ഇറ്റ് ഇസ് ചൈൽഡ് കെയർ, ഓക്കെ, നമ്മൾ വിചാരിക്കുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി സെറ്റപ്പ് കൊടുക്കാൻ നമ്മൾ ഫിനാൻഷ്യലി ഓക്കെ ആയ ഒരു സമയമാണോ? യു ആർ ഇൻ ദ പീക്ക് ഓഫ് യുവർ കരിയർ. എല്ലാവരും പറയുന്നത് കൊണ്ട് നിങ്ങൾ പാരന്റിങ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ബട്ട് ഇവിടെ പാരന്റിങ് കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആകുന്നത് ആസ് എ വുമൺ അവരുടെ ബോഡിയാണ്. ഫാദറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മൾ പറയാറില്ലേ, ബേബി ഈസ് ബീങ് ക്യാരിഡ് ഇൻസൈഡ് ദ വൂംബ് ആൻഡ് ഇൻസൈഡ് ഫാദേഴ്സ് ഹെഡ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഫിസിക്കലി ഒരുപാട് ചേഞ്ചസ് ചെയ്യാൻ പോവാണ്. ഐ യു റിയലി റെഡി ഫോർ ദാറ്റ്? നിങ്ങൾ ഇട്ടുന്ന ഡ്രസ് ആയിരിക്കാം, പുറത്തു പോകുന്ന രീതികളായിരിക്കാം, അല്ലെങ്കിൽ sometimes when you get pregnant complete ആയിട്ട് നിങ്ങളുടെ റൂട്ടീൻ തന്നെ മാറിപ്പോ. യു ഡോണ്ട് നോ when you're going to sleep, you never know when you have a problem with your emotions, when you can fall sick. ആ അൺസർട്ടനിറ്റീസിനെ വെൽക്കം ചെയ്യാൻ do you have a space now? ചില ആൾക്കാർ കേട്ടിട്ടില്ലേ, കൺസീവ് ചെയ്ത് തുടങ്ങിയപ്പോൾ പൊതുവേ ഞാൻ ഭയങ്കരമായിട്ട് ഫിസിക്കലി ഇല്ലായിരുന്നു എന്ന്. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ how do you manage it? ഇതെല്ലാം ഒന്ന് ചിന്തിക്കണം. If you have a parent to come and stay with you, well and good. Do you have a maid or can you afford a person who can be there with you? If you have this problems, ഇതെല്ലാം കൺസിഡർ ചെയ്യണം. സോ ദിസ് ഇൻക്ലൂഡ്സ് യുവർ ഫിനാൻഷ്യൽ റെഡിനെസ്. ഇനി രണ്ടുപേരും മാത്രമുള്ള ഒരു സ്പേസിലേക്ക് മൂന്നാമത്തെ ഒരാൾ വരികയാണ്. സോ ഒരുപാട് ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇനി കുറച്ച് 3 പേര് എന്നുള്ള ഒരു കൺസിഡറേഷനിൽ നമ്മൾ ചെയ്യേണ്ടി വരും. അതിന് നിങ്ങൾ റെഡിയാണോ? ദാറ്റ്സ് അഗൈൻ സെക്കൻഡ് വൺ. മെന്നിനെ സംബന്ധിച്ചിടത്തോളം വിമണിനെ പോലെ പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ സ്വിച്ച് ഇട്ടതുപോലെ മാറാൻ പറ്റുന്ന ഒരു കാര്യം ആവണം എന്നില്ല പാരന്റിങ് എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു ഗീവ് ദാറ്റ് സ്പേസ് as well. ചിലപ്പോ കുഞ്ഞുമാവയ്ക്ക് ഉണ്ടാവുന്നത് വരെ ഒട്ടും കൺസേൺ അല്ലാതെ ചുമ്മാ ജനറൽ റൊട്ടീൻ ഒക്കെ പോലെ പോകുന്നുണ്ടാവാം. നോ പാർട്ട്ണർ കൻ എക്സ്പെക്ട് എല്ലാം കൊണ്ടും റെഡി ആയിരിക്കണം എന്നുള്ളത്. ഇങ്ങനൊരു സ്പേസ് നിങ്ങൾക്ക് ഉണ്ടാവുമോ? അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. സം മെൻ സേ തിങ്കിങ് അബൌട്ട് എ ബേബി, പെട്ടെന്ന് നമ്മളത് ചോദിക്കുകയാണ് എന്താണ് പാരന്റിംഗ് എന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഓർമ്മ വരുന്നത് കുഞ്ഞു ബേബിയുടെ കരച്ചിലും ഡയപ്പർ ചേഞ്ചും അവർക്കുള്ളത്തെ രാത്രികളും ഒക്കെ ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ സി വെൻ യു തിങ്ക് അബൌട്ട് ദ വേർഡ് പാരന്റിംഗ്, വാട്ട് ഓൾ തിങ്സ് ദാറ്റ് ഇസ് കമ്മിങ് ടു യു, നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുറേ ചിന്തകളുണ്ടല്ലോ, അതാണ് സത്യത്തിൽ നിങ്ങളുടെ ട്രിഗേഴ്സ്. അതിനെയാണ് നിങ്ങൾ ഇരുന്ന് ആലോചിക്കേണ്ടത്. ഇപ്പൊ കുഞ്ഞ് എന്ന് പറയുമ്പോൾ അല്ലെ പാരന്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഒരു ചൈൽഡ് കെയർ ആണെങ്കിൽ, അല്ലെങ്കിൽ കരയുന്ന ഒരു കുട്ടിയാണെങ്കിൽ, അതുമല്ല അവന് അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കേണ്ട കുറെ അമ്യൂണിറ്റീസ് ആണെങ്കിൽ, ദീസ് ആർ ഓൾ കമ്മിങ് ഫ്രം യുവർ കണ്ടീഷനിങ്, ദ തോട്ട്സ് യു ആർ ഹാവിംഗ് ഓർ ദ വേ യു ഹാവ് ബീൻ ത്രൂ ദ പാരന്റിംഗ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. ദാറ്റ്സ് വൈ ഐ സെഡ് യു ഹാവ് ടു ഡിഫൈൻ പാരന്റിംഗ്. ഓരോരുത്തരുടെയും ഡെഫിനേഷൻ അനുസരിച്ച് ഇന്നത് കൊടുക്കണം അല്ലെങ്കിൽ ഇന്നത് കൊടുക്കാൻ പാടില്ല എന്ന രീതിയിലാണ് നമ്മൾ റെഡി ആവേണ്ടത്. ആൻഡ് പാരന്റിംഗ് ആൻഡ് ബീങ് എ പാരന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. എപ്പോഴും പറയാറില്ലേ, ചില സമയത്ത് അമ്മമാര് മാത്രമായിരിക്കും പാരന്റിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്നത്. അച്ഛൻ ചിലപ്പോൾ നാട്ടിലുണ്ടാവും, പക്ഷെ പാരന്റിംഗിൽ ഇൻവോൾവ് ആയിരിക്കില്ല. ചിലപ്പോൾ നാട്ടിലുണ്ടാവില്ല, പുറത്തെവിടെയെങ്കിലും ജോലിയായിരിക്കും, അദ്ദേഹം പാരന്റിംഗ് ചെയ്യുന്നില്ല. സെയിം ഗോസ് ടു മദേഴ്സ് ഓൾസോ. ഓക്കെ, അതായത് പാരന്റ് റോൾ എടുക്കുക എന്നത് അതിന്റെ മീനിങ് അല്ല പാരന്റിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു കുട്ടിയുടെ കൂടെ 24/7 എന്ന് വെച്ചാൽ എപ്പോഴും കൂടെയാണോ എന്നല്ല. നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. ഈവൻ വൺസ് യു ആർ എ പാരന്റ്, വേർ എവർ യു ഗോ യു ക്യാരി യുവർ ചൈൽഡ് ഇൻ യുവർ ഹെഡ്. നമുക്ക് ഒരിക്കലും അടുത്തുന്ന
എന്നുള്ളൊരു മാറ്റമില്ല. സോ ഇഫ് യു ആർ റെഡി, അങ്ങനെ ഒരു അൺകണ്ടീഷണൽ സ്പേസ് നിങ്ങൾ കൊടുക്കാൻ റെഡി ആണെങ്കിൽ മാത്രമേ നിങ്ങൾ പാരന്റിങ്ങിന് പോകാൻ പാടുള്ളൂ. സംബഡി ആസ്ക്ഡ് മീ, ഇതിപ്പോ നമുക്ക് എങ്ങനെ അറിയാം? പാരന്റ്സ് ആയിക്കഴിഞ്ഞാലല്ലേ അറിയൂ. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ടു ദ ജനറേഷൻ. ഇപ്പോ പാരന്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ദേ വർ നോട്ട് റെഡി. ഓൾ ഓഫ് എ സഡൻ പാരന്റ് ആയവരാണ്. പക്ഷെ ഓൾ ഓഫ് എ സഡൻ പാരന്റ് ആവുന്നു എന്ന് പറയുമ്പോഴും നമുക്ക് കൺസീവ് ചെയ്ത് പിറ്റേ ദിവസം നമുക്ക് കുട്ടിയാവല്ല. വി ഗെറ്റ് 10 months, 40 weeks നമുക്കുണ്ട്. അപ്പം ഈ 10 മാസം അല്ലെങ്കിൽ 9.5 മാസത്തില് യു ആർ ഗെറ്റിംഗ് ടൈം ടു പ്രിപ്പയർ യുവർ സെൽഫ് ഫിസിക്കലി, മെന്റലി, ഇമോഷണലി. ഇവിടെയും സമയം കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല ഉണ്ടായ ബേബി. സോ എവറി പാരന്റിങ് എന്ന് പറയുന്നത് ദർ ഇസ് നോ കമ്പാരിസൺ. നമുക്ക് ഉണ്ടാവുന്ന കുഞ്ഞിനനുസരിച്ച് നമ്മൾ പതുക്കെ ഇവോൾവ് ചെയ്ത് വരിക ചെയ്യണം. മേ ബി നമ്മൾ വാട്ട് ഇഫ് സം പ്രോബ്ലം ഹാപ്പൻ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഒരു മെഡിക്കൽ ഇഷ്യൂ ഉണ്ടായാൽ എന്ത് ചെയ്യും? അപ്പൊ ഇതിനാണ് ഫിനാൻഷ്യൽ റെഡിനെസ് എന്ന് പറയുന്നത്. യു ഹാവ് ടു ഫോർസീ സോ മെനി തിങ്സ് ആൻഡ് ദെൻ യു ഹാവ് ടു അക്കോർഡിംഗ്ലി അറേഞ്ച്. അതിന് നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ദറ്റ് ഗസ്റ്റേഷൻ സ്റ്റേജ് എന്ന് പറയുന്ന സമയം. ഇങ്ങനെ രണ്ട് പാർട്ട്ണർ, ആ പാർട്ട്ണർ മെയിൽ ആൻഡ് ഫീമെയിൽ എന്നല്ല, എന്ത് പാർട്ട്ണർ ആണെങ്കിലും ഇഫ് യു തിങ്കിങ് സീരിയസ്ലി അബൌട്ട് പാരന്റിങ്, സ്റ്റാർട്ട് വിത്ത് വാട്ട് ഈസ് പാരന്റിങ് ഫോർ യു. എന്താണ് ഞാൻ ആക്ച്വലി ചെയ്യാൻ പോകുന്നത്? ജനറലി എല്ലാവരും ചിന്തിക്കുന്നത് അറിയാമോ? നല്ലൊരു കുട്ടിയെ വളർത്തിയെടുക്കണം, ടു ദി ഫ്യൂച്ചർ ജനറേഷനാ. നല്ല കുട്ടി, കമ്മിറ്റഡ് ആയിട്ടുള്ള കുട്ടി, ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള കുട്ടി. സി ദാറ്റ് ഈസ് എ ഫൈനൽ പ്രോഡക്റ്റ്. അതല്ല നിങ്ങളുടെ പാരന്റിങ് എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര നന്നായിട്ട് പാരന്റ് ചെയ്താലും 18 years അല്ലെങ്കിൽ 21 years ശേഷം ആഫ്റ്റർ 20 or 30 years യുവർ ചൈൽഡ് ഇസ് എൻ അഡൾട്ട്. അദ്ദേഹത്തിന്റെ പെർസ്പെക്ടീവ്സിനോ ചിന്തയ്ക്കോ ഒന്നും നമ്മൾ ഉത്തരവാദികളല്ല. സോ ദാറ്റ് ഈസ് നോട്ട് പാരന്റിങ്. പാരന്റിങ് എന്ന് പറയുന്നത് ദ പ്രോസസ് ആണ്. ദ വേ യു ആർ ഗോയിങ് ടു ടേക്ക് കെയർ ഓഫ് എ ചൈൽഡ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്. യെസ്, യു ആർ ഇവോൾവിംഗ്. അങ്ങനെയാണ് നമ്മൾ പാരന്റിങ് ഡിഫൈൻ ചെയ്യേണ്ടത്. എന്നിട്ട് യു ബി റെഡി ആൻഡ് ബി എ പാരന്റ്. അല്ലാതെ ഡോണ്ട് ഗോ ടു ദിസ് പെർട്ടിക്കുലർ ഏജ്, ദിസ് പെർട്ടിക്കുലർ ടൈം ബീയിങ്, യുവർ ബയോളജിക്കൽ ക്ലോക്ക് ഇസ് ടിക്കിംഗ്. നോ, വി ഹാവ് എ ലോട്ട് ഓഫ് അതർ മെത്തേഡ്സ്. സർഗോസി ഉണ്ടല്ലോ, IVF ഉണ്ടല്ലോ. ഐ നോ മണി ഇൻവോൾവ് ആണ്, സമയം ഇൻവോൾവ് ആണ്. ബട്ട് ഇഫ് യു ആർ നോട്ട് റെഡി അല്ലാത്ത സമയത്ത് പാരന്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വെൻ യു ആർ റിയലി റെഡി വേറൊരു മീൻസിൽ നിങ്ങൾക്ക് പാരന്റ് ആവുക എന്നുള്ളത്. സോ അഗെയിൻ തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ദെൻ ചൂസ് പാരന്റിങ്.